JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനെന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. കേട്ടറ്റ് പരീക്ഷ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ അടങ്ങിയ ക്ലാസ്സുകളാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്ക് സ്കോർ ചെയ്യാൻ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ എപ്പോഴും തന്നെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഓപ്ഷൻ എ, സൈക്കോളജി മേഖലയിൽ മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള അറിവ് പ്രയോഗിക്കുന്നു. ഓപ്ഷൻ ബി, ഇൻഡസ്ട്രിയൽ. ഓപ്ഷൻ സി, സോഷ്യൽ സയൻസ്. ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ആൻസർ? വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വിദ്യാഭ്യാസം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിക്കൽ വ്യവസ്ഥകൾ അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ, പ്ലേറ്റോ. ഓപ്ഷൻ ബി, പ്ലാവോ. ഓപ്ഷൻ സി, BF സ്കിന്നർ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ക്ലാസിക്കൽ വ്യവസ്ഥകൾ അവതരിപ്പിച്ചത് ആരാണ്? ക്ലാസിക്കൽ വ്യവസ്ഥകൾ അവതരിപ്പിച്ചത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? പാവ്ലോവ്. അടുത്ത ക്വസ്റ്റ്യൻ, മാസ്റ്റർ വികാരം ഏതാണ്? ആർക്കെങ്കിലും അറിയാവോ മാസ്റ്റർ വികാരം ഏതാണെന്ന്? ഓപ്ഷൻ എ, സന്തോഷം. ഓപ്ഷൻ ബി, വേവലാതി. ഓപ്ഷൻ സി, കോപം. ഓപ്ഷൻ ഡി, ഭയം. മാസ്റ്റർ വികാരം ഏതാണ്? ഈ ഓപ്ഷൻ്റെ അത് ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാസ്റ്റർ വികാരം ഏതാണെന്ന്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഭയം. മാസ്റ്റർ വികാരം ഏതാണ്? ഭയം. അടുത്ത ക്വസ്റ്റ്യൻ, പെരുമാറ്റം പഠിക്കുന്നതിനുള്ള ഏറ്റവും പഴയ രീതി ഇനി പറയുന്നവയിൽ ഏതാണ്? പെരുമാറ്റം പഠിക്കുന്നതിനുള്ള ഏറ്റവും പഴയ രീതി 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, നിരീക്ഷണം. ഓപ്ഷൻ ബി, സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ. ഓപ്ഷൻ സി, ഇന്റലിജൻസ് ടെസ്റ്റ്. ഓപ്ഷൻ ഡി, ആത്മപരിശോധന. പെരുമാറ്റം പഠിക്കുന്നതിനുള്ള ഏറ്റവും പഴയ രീതി ഇനി പറയുന്നവയിൽ ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആത്മപരിശോധനയാണ് അല്ലേ? ആത്മപരിശോധന. അടുത്ത ക്വസ്റ്റ്യൻ, സ്വഭാവത്തിൽ സ്ഥിരമായ മാറ്റം കൊണ്ടുവരുന്നത് ഏതാണ്? സ്വഭാവത്തില് സ്ഥിരമായ മാറ്റം കൊണ്ടുവരുന്നത് ഏതാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് സ്വഭാവത്തിൽ സ്ഥിരമായ മാറ്റം കൊണ്ടുവരുന്നത് ഏതാണോ ഒന്ന് ആലോചിച്ച് നോക്കി. ഓപ്ഷൻ എ, വിദ്യാഭ്യാസമാണോ? ഓപ്ഷൻ ബി, പഠനമാണോ? ഓപ്ഷൻ സി, എയും ആൻഡ് ബി ആണോ? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞ എല്ലാം ആണോ? ഏതാണ് സ്വഭാവത്തിൽ സ്ഥിരമായ മാറ്റം കൊണ്ടുവരുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? പഠനമാണ് അല്ലേ? പഠനമാണ് സ്വഭാവത്തിൽ സ്ഥിരമായ മാറ്റം കൊണ്ടുവരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഡാഷ്. വിദ്യാഭ്യാസ തത്വശാസ്ത്രം, വിദ്യാഭ്യാസ പഠനം, മനുഷ്യ പഠനം, അധ്യാപന രീതികൾ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഏതാണ്? മനുഷ്യ പഠനമാണ് അല്ലേ? മനുഷ്യ പഠനം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ വിദ്യാർത്ഥിയോടൊപ്പം സ്ഥിരമായി ഒരേ ഫലങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു വിലയിരുത്തലിനെ വിളിക്കുന്നു ഡാഷ്. എന്താണ് വിളിക്കുന്നത്? ഒരേ വിദ്യാർത്ഥിയോടൊപ്പം സ്ഥിരമായി ഒരേ ഫലങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു വിലയിരുത്തലിനെ വിളിക്കുന്നു ഡാഷ്. ഓപ്ഷൻ എ, അസാധുവായ. ഓപ്ഷൻ ബി, സാധുവായ. ഓപ്ഷൻ സി, വിശ്വസനീയമായ. ഓപ്ഷൻ ഡി, വിശ്വസനീയമല്ല. ഏതാണ് ശരി ഉത്തരം? ഒരേ വിദ്യാർത്ഥിയോടൊപ്പം സ്ഥിരമായി ഒരേ ഫലങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു വിലയിരുത്തലിനെ വിളിക്കുന്നു വിശ്വസനീയമായ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ പഠനത്തിനും പ്രകടനത്തിനും അടിവരയിടുന്ന മാനസിക പ്രക്രിയകളിലെ ചിട്ടയായ മാറ്റം. എല്ലാ പഠനത്തിനും പ്രകടനത്തിനും അടിവരയിടുന്ന മാനസിക പ്രക്രിയകളിലെ ചിട്ടയായ മാറ്റം ഡാഷ്. ഓപ്ഷൻ എ, ധാർമ്മിക വികസനം. ഓപ്ഷൻ ബി, ഭൗതിക വികസനം. ഓപ്ഷൻ സി, സാമൂഹിക വൈകാരിക വികസനം. ഓപ്ഷൻ ഡി, വൈജ്ഞാനിക വികസനം. ഏതാണ് ശരി ഉത്തരം? എല്ലാ പഠനത്തിനും പ്രകടനത്തിനും അടിവരയിടുന്ന മാനസിക പ്രക്രിയകളിലെ ചിട്ടയായ മാറ്റം ഏതാണ്? വൈജ്ഞാനിക വികസനം. അടുത്ത ക്വസ്റ്റ്യൻ,
അറിവ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അറിവ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ അറിയുന്നതിനോ മനസ്സിലാക്കുന്നതിനോ ഉള്ള പ്രവൃത്തി, ഓപ്ഷൻ ബി എന്തെങ്കിലും ചെയ്യുന്നതിന്റെ പ്രവൃത്തി, ഓപ്ഷൻ സി ജോലി ചെയ്യുന്നതിന്റെ നിയമം, ഓപ്ഷൻ ഡി ബി ആൻഡ് സി രണ്ടും. അറിവ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? അറിയുന്നതിനോ മനസ്സിലാക്കുന്നതിനുള്ള പ്രവൃത്തി. അടുത്ത ക്വസ്റ്റ്യൻ. അമിതമായി സംരക്ഷിക്കപ്പെടുന്ന കുട്ടി പ്രദർശിപ്പിക്കാൻ പ്രവണത കാണിക്കും. എന്താണ് പ്രദർശിപ്പിക്കാൻ പ്രവണത കാണിക്കുന്നത്? അമിതമായി സംരക്ഷിക്കപ്പെടുന്ന കുട്ടി പ്രദർശിപ്പിക്കാൻ പ്രവണത കാണിക്കും. ഓപ്ഷൻ എ ആക്രമണാത്മകത, പക്വതയില്ലായ്മ, നിഷേധാത്മകത, പ്രതിരോധം. ഇത് ഈ 4 ഓപ്ഷന്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? അമിതമായി സംരക്ഷിക്കപ്പെടുന്ന കുട്ടി പ്രദർശിപ്പിക്കാൻ പ്രവണത കാണിക്കും. എന്ത് പ്രദർശിപ്പിക്കാനാണ് പ്രവണത കാണിക്കുന്നത്? ആക്രമണാത്മകത പ്രകടിപ്പിക്കാനുള്ള പ്രവണത കാണിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസത്തില് പഠന പ്രക്രിയ മെച്ചപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. വിദ്യാഭ്യാസത്തില് പഠന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഡാഷ്. ഓപ്ഷൻ എ ഇൻഫർമേഷൻ ടെക്നോളജി, ഓപ്ഷൻ ബി കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഓപ്ഷൻ സി എ ആൻഡ് ബി, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. വിദ്യാഭ്യാസത്തില് പഠന പ്രക്രിയ മെച്ചപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഡാഷ്. എന്താണ്? ഓപ്ഷൻ എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എ ആൻഡ് ബി, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എ ആൻഡ് ബി, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അടുത്ത ക്വസ്റ്റ്യൻ. പരീക്ഷണങ്ങൾക്കായി 2 വ്യത്യസ്ത വ്യക്തികളോ വിഷയങ്ങളുടെ ഗ്രൂപ്പുകളോ ആവശ്യമില്ലാത്ത ഏത് രൂപകൽപ്പനയിലാണ്? പരീക്ഷണങ്ങൾക്കായി 2 വ്യത്യസ്ത വ്യക്തികളോ വിഷയങ്ങളുടെ ഗ്രൂപ്പുകളോ ആവശ്യമില്ലാത്ത ഏത് രൂപകൽപ്പനയിലാണ്? ഓപ്ഷൻ എ കൺട്രോൾ ടെസ്റ്റ് അല്ലെങ്കിൽ സിംഗിൾ ഗ്രൂപ്പ് ഡിസൈൻ, ഓപ്ഷൻ ബി ഒന്നിലധികം ഗ്രൂപ്പ് ഡിസൈൻ, ഓപ്ഷൻ സി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ, ഓപ്ഷൻ ഡി ബന്ധം ഉൾപ്പെടുന്ന ഡിസൈൻ. ഏതാണ് ശരി ഉത്തരം? പരീക്ഷണങ്ങൾക്കായി 2 വ്യത്യസ്ത വ്യക്തികളോ വിഷയങ്ങളുടെ ഗ്രൂപ്പുകളോ ആവശ്യമില്ലാത്ത ഏത് രൂപകൽപ്പനയിലാണ്? കൺട്രോൾ ടെസ്റ്റ് അല്ലെങ്കിൽ സിംഗിൾ ഗ്രൂപ്പ് ഡിസൈൻ. കൺട്രോൾ ടെസ്റ്റ് അല്ലെങ്കിൽ സിംഗിൾ ഗ്രൂപ്പ് ഡിസൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ്. ഓപ്ഷൻ എ വികാരങ്ങൾ, ഓപ്ഷൻ ബി ശരീരഭാഗങ്ങൾ, ഓപ്ഷൻ സി മസ്തിഷ്ക വികസനം, ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. എന്താണ്? മസ്തിഷ്ക വികസനം. മസ്തിഷ്ക വികസനം. എല്ലാ വികസനങ്ങളുടെയും നട്ടെല്ല് ഏതാണ്? എല്ലാ വികസനങ്ങളുടെയും നട്ടെല്ല് ഏതാണ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏതാണെന്ന്? വികാരങ്ങളാണോ, ശരീരമാണോ, തലച്ചോറാണോ, മുകളിൽ പറഞ്ഞവ എല്ലാമാണോ? ഏതാണ് എല്ലാ വികസനങ്ങളുടെയും നട്ടെല്ല്? ഏതാണ്? വികാരങ്ങളാണ് അല്ലെ? വികാരങ്ങളാണ് എല്ലാ വികസനങ്ങളുടെയും നട്ടെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ. വൈകാരികാനുഭവങ്ങൾ. ഓപ്ഷൻ എ സബ്ജക്റ്റീവ്, ഓപ്ഷൻ ബി ഒബ്ജക്റ്റീവ്, ഓപ്ഷൻ സി വ്യക്തിത്വമില്ലാത്ത, ഓപ്ഷൻ ഡി അറിയില്ല. വൈകാരികാനുഭവങ്ങൾ. എന്താണ്? സബ്ജക്റ്റീവ് ആണ് അല്ലെ? വൈകാരികാനുഭവങ്ങൾ സബ്ജക്റ്റീവ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.